ബിഗ് ബോസ് സീസൺ 7 മലയാളം ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 1. അങ്ങനെ ഫാമിലി വീക്കിൽ നമ്മുടെ ഗിസേലിന്റെ മമ്മിയെ തിരിക്കുകയാണ് കേട്ടോ. ബിഗ് ബോസ് പ്രേക്ഷകരോടാണ് ഇനി എൻ്റെ അടുത്ത ചോദ്യം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ബിഗ് ബോസും ബിഗ് ബോസ് ടീം എല്ലാവരും ഗിസേലിനോട് ഒരു പ്രത്യേക ഫേവറിസം ചെയ്യണ പോലെ? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. തുടക്കം മുതലേ, അതായത് ഗിസേലിൻ്റെ ആ ഒരു മേക്കപ്പ് ഇഷ്യൂ വന്നപ്പോൾ മുതൽ എത്രയോ റൂൾ വയലേഷനാണ് ഗിസേൽ അവിടെ നടത്തിയിട്ടുള്ളത്. അതേപോലെ ഒരു ടാസ്ക് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ലേറ്റായിട്ട് ഏറ്റവും അവസാനമാണ് ഗിസേൽ അവിടെ വന്നിരിക്കുകയുള്ളൂ. ആളുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആളൊന്നും ഓക്കെ ആയി കഴിയുമ്പോൾ മാത്രമാണ് പുള്ളിക്കാരി സ്ക്രീനിൻ്റെ മുമ്പിൽ വരാൻ തയ്യാറാവുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും തന്നെ ആ ഡ്രസ്സ് കൊടുക്കാതിരുന്ന സമയത്താണെങ്കിലും മേക്കപ്പ് ഇല്ലാതിരുന്ന സമയത്തൊക്കെ ആണെങ്കിലും അതേപോലെ ഭയങ്കര റോ ആയിട്ടാണ് അവർ വന്ന് നിന്നിട്ട് ഗെയിമൊക്കെ കളിച്ചിട്ടുള്ളത്. പക്ഷേ ഗിസേൽ ഒരാൾ ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ഇനി കമ്മിങ് ടു ദ ഇന്നത്തെ എപ്പിസോഡ്, ഇന്നത്തെ ലൈവിലത്തെ കാര്യമാണ് പറയുന്നത്. ഇന്നത്തെ ലൈവിൽ നമ്മുടെ ഗിസേലിൻ്റെ മമ്മി വന്നിട്ടുണ്ട്. ഗിസേലിൻ്റെ മമ്മി വന്ന ഉടനെ തന്നെ ഗിസേൽ മമ്മീനെ വിളിച്ചുകൊണ്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് മാറി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ ഓക്കെ, സ്വന്തം മമ്മിയാണ്, സ്വന്തം ഫാമിലി മെമ്പറാണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും അവരോട് പെരുമാറാം. പക്ഷേ ഈ ഗിസേലിൻ്റെ മമ്മി വന്നതിന് ശേഷം പല രീതിയിലാണ് ഗിസേലിന് ഓരോ ക്ലൂ കൊടുക്കുന്നത് കേട്ടോ. വന്ന് കയറുന്ന ഉടനെ തന്നെ, അതായത് ആ ഗേറ്റ് ഓപ്പൺ ആയി മമ്മി ജസ്റ്റ് ഉള്ളിലേക്ക് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ ഗിസേലിൻ്റെ ചെവിയിൽ എന്താ മോളെ നന്നായിട്ട് ഗെയിം കളിക്കണില്ല, അങ്ങനെ എന്തോ ഒരു ഡയലോഗ് പറഞ്ഞു കേട്ടോ. കറക്റ്റായിട്ട് നമുക്കത് വ്യക്തമായില്ല, പക്ഷെ അതാണ് സംഭവം. കയറി ഹഗ് ചെയ്യണ സമയത്ത് ഫസ്റ്റ് സീൻ അതായിരുന്നു കേട്ടോ. ഇനി ഇത് എപ്പിസോഡ് വരുമ്പോൾ എത്രത്തോളം അത് കാണിക്കുമെന്ന് അറിയില്ല, പക്ഷേ ഈ ഒരു സംഭവം നടന്നു. അതിനുശേഷം ഈ ടാസ്ക് കഴിഞ്ഞ് ഗിസേലും മമ്മീനെയും വിളിച്ച് പുറത്തേക്ക് പോയി ആ ഒരു സ്വിങ്ങിൻ്റെ അവിടെ ഇരുന്ന് കഥ പറയുന്നുണ്ട് കേട്ടോ. അന്നേരമാണെങ്കിലും ഗിസേലിൻ്റെ മമ്മി പല രീതിയിൽ ക്ലൂ കൊടുക്കാൻ തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ലക്ഷ്മിയുടെ അടുത്ത്, ലക്ഷ്മിയൊക്കെ ബെഡ്റൂമിൽ കിടക്കുകയാണ്. അപ്പോൾ ലക്ഷ്മിയുടെ ആ ഒരു സൈഡിലാണല്ലോ ഗിസേൽ ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ഗിസേലിൻ്റെ ബെഡ് എന്താ അടുക്കി വെക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഗിസേലിനെ കുറേ പിണങ്ങുന്നുണ്ട്. ബാക്കി എല്ലാവരും അതൊക്കെ ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട്. നീ മാത്രം അതൊന്നും ചെയ്യുന്നില്ല, ഇതൊക്കെയാണ് പുറത്തേക്കുള്ള ഇതിൽ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഗിസേലിനെ കുറേ ഉപദേശിക്കുന്നുണ്ട്. ഗിസേലിന് അതൊന്നും തീരെ താല്പര്യമാവുന്നില്ല, പിടിക്കുന്നില്ല ആൾക്ക് പറയുന്നേക്കാം. എന്ന് വെച്ചാൽ ആദിലയുണ്ട്, നോറയുണ്ട്, ലക്ഷ്മിയുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ടാണല്ലോ ഗിസേലിൻ്റെ മമ്മി പിണങ്ങുന്നത്. അപ്പോൾ അതും പറഞ്ഞിട്ട് ഗിസേൽ മമ്മീനെ വിളിച്ച് പുറത്തേക്ക് പോകാൻ നോക്കുന്നുണ്ട്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഗിസേലിൻ്റെ മമ്മി പറയുന്നുണ്ട് ലക്ഷ്മീനെ കണ്ടു പഠിക്കണം, പിന്നെ അതേപോലെ തന്നെ ടാസ്ക് കളിക്കാൻ നീ നൂറേനെ കണ്ടു പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ട്രിഗറിങ് ആയിട്ടുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി എന്നെ അവിടെ നിന്ന് പറയുന്നുണ്ട് ഗിസേലിൻ്റെ മമ്മി വന്നിരിക്കുന്ന ഗിസേലിനെ ട്രിഗർ ചെയ്യാനായിട്ടാണോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഗിസേലിൻ്റെ മമ്മി ബിഗ് ബോസ് വീട്ടിൽ വന്നതിന് ശേഷം 2 or 3 തവണ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് പുറമേലുള്ള കാര്യങ്ങൾ പറയരുതെന്നുള്ളത്. അത് മാത്രമല്ല, എന്താ ടാസ്കിൻ്റെ സമയത്താണെങ്കിലും ടാസ്ക് എന്തിനാണ് കൊടുക്കുന്നത്? പാരൻസിനെ മീറ്റ് ചെയ്യാനായിട്ട്. അതായത് ഈ ഒരു കടമ കടന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് പാരൻസിനെ മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ടാസ്ക് മര്യാദക്കാർക്ക് കളിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതൊരിക്കലും സമ്മതിക്കരുതല്ലോ. അതല്ലേ അതിൻ്റെ ഒരു ന്യായം എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ ടാസ്കിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന പസിൽ, നമ്മൾ ഇന്നലെയൊക്കെ കണ്ട ആ ഒരു ടൈപ്പ് പസിലാണ്. ബിഗ് ബോസിൻ്റെ എൻട്രൻസ് ആണ് പസിലിൽ കൊടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ. അതുപോലും നമ്മുടെ ഗിസേലിന് നേരെ ചൊവ്വേ ചെയ്യാൻ പറ്റിയില്ല. അതായത് ബിഗ് ബോസ് തന്നെ 2-3 തവണയൊക്കെയാണ് ഓരോരോ ക്ലൂ കൊടുത്തിരിക്കുന്നത്. എന്തിനാണ് അതിങ്ങനെ കൊടുക്കുന്നത്? അത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനോട് കാണിക്കുന്ന ഒരു അന്യായമല്ലേ? അവർ അത്രത്തോളം സ്ട്രെസ്ഡ് ആയിട്ടാണ് ഈ ഒരു ടാസ്ക് കളിച്ച് അവർ പാരൻസിനെ പോയി മീറ്റ് ചെയ്ത്. അപ്പോൾ പിന്നെ ഈ ഗിസേലിന് മാത്രം എന്താ വലിയ കൊമ്പുണ്ടോ? എനിക്കറിയാൻ പാടാത്തവരെ ചോദിക്കാനാണ്. എനിക്ക് അത് തീരെ പിടിച്ചില്ല എന്നുള്ളതാണ് സത്യം. ശരിക്കും അൺഫെയർ ആയിട്ടുള്ളൊരു ഗെയിമായിട്ടാണ് എനിക്ക് ശരിക്കും തോന്നിയെന്ന്. തുടക്കം മുതൽ ഈ ഒരു നിമിഷം ലൈവ് അടക്കുന്ന ടൈം വരെ ബിഗ് ബോസ് ടീം ശരിക്കും ഗിസേലിനോട് ഭയങ്കര ഫേവറിസം കാണിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ആ ട്രോഫി എടുത്ത് ഗിസേലിൻ്റെ കയ്യിലേക്ക് ഇപ്പോഴേ കൊടുത്തേക്ക്. ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് എന്തിനാണ് നാണം കെടുത്തുന്നത്? അവർ കളിക്കുന്ന കളിക്കൊന്നും യാതൊരു വിലയില്ലാത്ത പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ.